കൊടൈക്കനാലിൽ ഏറ്റവും ഭംഗിയുള്ള സ്ഥലമാണ് പൂണ്ടി. അത് നമ്മുടെ മൂന്നാറിലെ വട്ടവടയില്ലേ, അതിൻ്റെ തൊട്ടടുത്താണ്. പക്ഷെ നമുക്ക് വട്ടവടയിലൂടെ അങ്ങോട്ട് പോകാൻ പറ്റില്ല. 45 രൂപ മുടക്കിയാലേ നമ്മൾ ഇന്ന് വരെ കാണാത്ത ഗ്രാമങ്ങളും കൃഷിപ്പാടങ്ങളും ഇതേപോലെ നമുക്ക് കാണാം. നിങ്ങൾ ഇനി കൊടൈക്കനാലിൽ വരുന്ന സമയത്ത് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ വിട്ടാലോ? വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. രാവിലെ 8 മണിയാവുന്ന സമയത്താണ് ഈ ഒരു കൊടൈക്കനാൽ ബസ് സ്റ്റാൻഡിൽ എത്തിയത്. കുറച്ച് സമയം ബസ് സ്റ്റാൻഡിൽ നിന്നപ്പോഴേക്കും നമുക്ക് പോകാനുള്ള ബസ്സാണ് ഈ വന്നത്. 9:45 ഈ ഒരു ബസ് കൊടൈക്കനാൽ ബസ് സ്റ്റാൻഡിൽ നിന്നും പോകുന്നത് കൊടൈക്കനാലിലേക്ക്. കൊടൈക്കനാലിൽ വന്നിട്ടുള്ള എല്ലാ ആളുകളും വന്നിട്ടുണ്ടാവും അല്ലേ ഇവിടെ. ഇന്നലെ രാത്രി കണ്ണൂരിൽ നിന്നും മധുരയ്ക്ക് പോകുന്ന ബസ്സിൽ കയറിയിട്ട് നമ്മൾ പഴനിയിൽ ഇറങ്ങിയിട്ടാണ് ഈ ഒരു കൊടൈക്കനാലിലേക്ക് വന്നിട്ടുള്ളത്. ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് നമ്മൾ വീഡിയോയുടെ താഴെ കൊടുക്കുന്നുണ്ട്. ഈ ഒരു കൊടൈക്കനാലിൽ നിന്നും ഇവിടുത്തെ ഏറ്റവും ഭംഗിയുള്ള ഗ്രാമങ്ങളായിട്ടുള്ള മന്നവന്നൂരും പൂണ്ടിയും ക്ലാവരയും ഒക്കെയുണ്ട്. അവിടത്തേക്കാണ് പോകുന്നത്. നമ്മളിപ്പം പോകുന്നത് കൊടൈക്കനാലിലെ പ്രധാന ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ടുള്ള പൈൻ ഫോറസ്റ്റും ഗുണാക്കേവും പില്ലർ റോക്കും ഒക്കെയല്ലേ, ആ ഒരു റൂട്ടിൽ തന്നെയാണ് നമ്മളിപ്പം പോകുന്നത്. നിങ്ങൾ കൊടൈക്കനാലിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം പോകുന്ന ഈ ഒരു റൂട്ടിൽ നിങ്ങൾ എന്തായാലും വന്നിട്ടുണ്ടാവും. പക്ഷേ പൂണ്ടിയിലേക്ക് പോകുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവാണ്. കുറച്ച് മുൻപോട്ട് വന്ന് ഇവിടുന്ന് നമ്മൾ ലെഫ്റ്റിലേക്ക് തിരിയാണ്. നേരെ പോയാലാണ് ഗുണാക്കേവും കാര്യങ്ങളും ഒക്കെ വരുന്നത്. നമ്മൾ പോകുന്നത് ഇവിടുത്തെ ഗ്രാമങ്ങളിലേക്കാണ്. ഇതാണ് നമ്മുടെ ടിക്കറ്റ്. 45 രൂപയാണ് കൊടൈക്കനാലിൽ നിന്നും പൂണ്ടിയിലേക്കുള്ള ടിക്കറ്റ്. അതേപോലെ തന്നെ ഈ ഒരു റൂട്ടിൽ ഒരുപാട് കൊടും വളവുകളുണ്ട് കേട്ടോ. ഇതേപോലെ നമ്മളിപ്പം പോകുന്ന ഈ ഒരു റൂട്ടിലെല്ലാം നമ്മുടെ പ്രൈവറ്റ് വണ്ടി എടുത്തുകൊണ്ട് വരാനും പറ്റും. താഴെ ഭാഗത്ത് കാണുന്നതാണ് പൂമ്പാറ എന്ന് പറയുന്ന ഗ്രാമം. നമ്മൾ പോകുന്ന സ്ഥലത്തെ കാഴ്ചയും ഭംഗിയും ഒന്നും പറഞ്ഞാലൊന്നും തീരില്ല. അത് നിങ്ങൾ നേരിട്ട് വന്നുകൊണ്ട് തന്നെ കാണണം. നമ്മൾ ഊട്ടിയിൽ പോയിട്ട് ഒരുപാട് ഉൾഗ്രാമങ്ങളിലേക്ക് പോയിട്ടുണ്ട്. കിന്നക്കോരയും കോത്തഗിരിയും കോടനാടും അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ കൊടൈക്കനാലിൽ വരുന്ന സമയത്തും ഉൾഗ്രാമങ്ങളിലേക്ക് പോകാൻ പറ്റുന്ന ഒരു റൂട്ടിലാണ് നമ്മൾ പോകുന്നത്. ഈ ഒരു റൂട്ടിൽ പോവുകയാണെങ്കിൽ കൊടൈക്കനാലിൻ്റെ ഒരുവിധം ഭംഗിയൊക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. ബസ്സിനകത്താണ് നിങ്ങൾ വരുന്നതെങ്കിൽ വേറെ ഒരു ടെൻഷൻ്റെയും ആവശ്യമില്ല. എല്ലാ ഗ്രാമങ്ങളിലേക്കും ബസ്സുകളുണ്ട്. ചിലപ്പം കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടിയൊക്കെ വരും. പക്ഷേ നമുക്ക് ബസ്സുകളിൽ തന്നെ എല്ലാ സ്ഥലത്തും പോകാൻ പറ്റും. താഴെ ഭാഗത്ത് അങ്ങേ അറ്റത്ത് കാണുന്ന ആ ഒരു തടാകങ്ങളൊക്കെ കണ്ടോ? അവിടെയൊക്കെ ചെമ്മരിയാടിൻ്റെ കൂട്ടങ്ങൾ ഉണ്ടാവാറുണ്ട്. അതായത് ചെമ്മരിയാട് ഫാമുണ്ട്. കുറച്ചും കൂടെ മുൻപോട്ട് പോയാൽ മന്നവന്നൂരിലേക്ക് നമ്മൾ എത്തും. ഈ കാണുന്ന ഗേറ്റില്ലേ, ഇതിലെയാണ് നമുക്ക് ചെമ്മരിയാട് ഫാമിലേക്ക് പോകേണ്ടത്. ചെറിയൊരു എൻട്രി ടിക്കറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമുക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇവിടെ കയറിയിട്ടേ ചെമ്മരിയാടും കൂട്ടങ്ങളെയൊക്കെ കാണാൻ പറ്റും. അതിനുള്ളിൽ നല്ല അടിപൊളി കാഴ്ചയാണ് കേട്ടോ. നമ്മൾ തിരിച്ചു വരുന്ന സമയത്ത് കയറാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് പോകുന്നത്. ഇവിടുന്ന് ഇനി നമ്മൾ പോകുന്നതേ മന്നവന്നൂർ എന്ന് പറയുന്ന ഗ്രാമത്തിനുള്ളിലേക്കാണ്. ഇവിടുന്ന് അങ്ങോട്ട് കാണുന്ന കാഴ്ചയെക്കുറിച്ചിട്ട് ഞാനൊന്നും പറയേണ്ട ആവശ്യമില്ല. ഇതെല്ലാം കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങോട്ട് വരണം എന്ന് എന്തായാലും തോന്നും. ഇതൊന്നും അല്ല കേട്ടോ, കുറച്ചും കൂടെ മുൻപോട്ട് പോയിട്ട് പൂണ്ടിയിലേക്ക് നമ്മൾ എത്തുന്നുണ്ട്. അതും കൂടെ കണ്ടാലേ നിങ്ങൾ എന്തായാലും ഈ ഒരു സ്ഥലത്തേക്ക് വരും.
സാധാരണ എല്ലാ ബസ്സുകളും നമ്മൾ നേരത്തെ കണ്ട ചെമ്മരിയാട് ഫാമില്ലേ അതിൽ നേരെ പൂണ്ടിയിലേക്ക് അങ്ങ് പോവാറാണ് പതിവ്. ഈ ഒരു ബസ്സിനെ ആളുകൾ തടഞ്ഞ് മൊത്തം പ്രശ്നം ഉണ്ടാക്കിയിട്ടാണ് നമ്മളിപ്പം മന്നവന്നൂർ എന്ന് പറയുന്ന ഗ്രാമത്തിൻ്റെ ഉള്ളിലേക്ക് പോകുന്നത്. ചില ബസ്സുകളൊന്നും ഇങ്ങോട്ട് വരാറില്ല. ഈ ലെഫ്റ്റ് സൈഡിലൊക്കെ കാണുന്നത് ഇവിടുത്തെ വീടുകളാണ്. നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ ഇതേപോലത്തെ വീടുകളിലൊക്കെ നമ്മൾ താമസിക്കുന്നത്? നമ്മുടെ കേരളത്തിൽ ഇതേപോലത്തെ ഗ്രാമങ്ങളൊന്നും കാണാൻ പറ്റില്ല. എങ്കിലും നമുക്ക് എത്ര കിട്ടിയാലും അങ്ങോട്ട് തികയൂല. നമ്മളിപ്പം പോകുന്ന റൂട്ടിലെ കാഴ്ചയും ഇവിടുത്തെ വീടുകളും ഇവർ ജീവിക്കുന്നതും ഒക്കെ കണ്ടാലേ നമ്മൾ ശരിക്കും സ്വർഗത്തിൽ ജീവിക്കുന്ന പോലെയാണ് നമുക്ക് തോന്നുക. നമ്മൾ ഇതേപോലത്തെ ഗ്രാമങ്ങളിലേക്കൊക്കെ യാത്ര ചെയ്യണം. അവിടുത്തെ ആളുകളൊക്കെ ജീവിക്കുന്നതേ നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും കാണണം. അങ്ങനെയാണെങ്കിലേ കുറേ പരാതിയൊക്കെ അങ്ങ് തീർന്നു കിട്ടും. നമുക്കിതില്ലാന്നും അതില്ലാന്നും ഒക്കെ പറഞ്ഞുകൊണ്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ അല്ലേ, അതൊക്കെ ഒരു പരിധി വരെ അങ്ങ് തീർന്നു കിട്ടും. ഇവിടുത്തുകാരൊക്കെ താമസിക്കുന്നത് ചെറിയ വീട്ടിലാണെങ്കിലും ഒരുവിധം സ്ഥലത്തൊക്കെ ഇവർക്ക് കൃഷിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. ഒരുവിധം എല്ലാ ആളുകളും കൃഷി ചെയ്തിട്ട് ജീവിക്കുന്ന ആളുകളുമാണ്. അതുമാത്രമല്ല ഇവരുടെ ഗ്രാമങ്ങൾ കാണാനും ഒരു പ്രത്യേക ഭംഗിയാണ്. കൊടൈക്കനാലിൽ വരുന്ന എല്ലാ ആളുകളും കൊടൈക്കനാലിലെ പ്രധാന ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനൊക്കെ കണ്ട് കൊടൈക്കനാലിലെ തിരക്കിലും തിക്കിലും ഒക്കെ പെട്ട് പാടുപെട്ടിട്ടാണ് തിരിച്ചു പോകാറുള്ളത്. ഇനി നിങ്ങൾ കൊടൈക്കനാലിലേക്ക് വരുന്ന സമയത്ത് നമ്മളിപ്പം പോകുന്ന ഈ റൂട്ടിൽ നിങ്ങൾ വരുവാണെങ്കിൽ മതിയാവോളം കാഴ്ചകൾ കണ്ടിട്ടേ ഒരു കാലത്തും മറക്കാനാവാത്ത കാഴ്ചകളും കണ്ടുകൊണ്ട് നിങ്ങൾക്ക് തിരിച്ചു പോകാൻ പറ്റും. നമ്മൾ കൊടൈക്കനാലിൽ നിന്നും കുറച്ച് ദൂരം മുൻപോട്ട് വരുമ്പോഴേക്കും ഇതേപോലത്തെ കാഴ്ചകൾ തന്നെയാണ്. ഒരു ചെറിയ സ്ഥലം പോലും ഒഴിവില്ലാതെ എല്ലാ ഭാഗത്തും കൃഷികളാണ്. ബസ്സിനകത്ത് വരുന്നതിൻ്റെ ഒരു പ്രധാന പ്രത്യേകത ഈ കാണുന്നതാണ്. ഇതേപോലെ മുകളിൽ നിന്നും കാഴ്ചകൾ ഇങ്ങനെ കാണാൻ പറ്റും. നമ്മൾ കാറിൽ പോകുന്ന സമയത്തെ ഇതൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. അങ്ങനെ കാഴ്ചകൾ കണ്ട് ദൂരവും സമയവും ഒന്നും പോയത് അറിഞ്ഞില്ല. നമ്മളെ 45 കിലോമീറ്ററിനടുത്ത് ദൂരം നമ്മളിപ്പം ഓടി വന്ന് പൂണ്ടി എന്ന് പറയുന്ന ഗ്രാമത്തിൽ ഇതാ ഇറങ്ങിയിട്ടുണ്ട്. ഇതാണ് പൂണ്ടി എന്ന് പറയുന്ന ഗ്രാമവും അതോടൊപ്പം ഇതാണ് ഇവിടുത്തെ അങ്ങാടി. ഇവിടെ തന്നെയാണ് ബസ് നിർത്താറുള്ളത്. എന്തായാലും ഇവിടുത്തെ വീടുകളൊക്കെ കണ്ടോ, ചെറിയ ചെറിയ വീടുകളാണ്. പക്ഷേ ഇതിനെല്ലാം വ്യത്യസ്തമായിട്ടുള്ള കളറുകളായിരിക്കും. അതെല്ലാം കാണാൻ ഒരു ഭംഗിയാണ്. ഒരു വീടിൻ്റെ പണി ഇതാ നടക്കുന്നുണ്ട്. ഇത് കോൺക്രീറ്റ് വീടാണ്. അതേപോലെ ഓടിട്ട വീടുകളും ഓലമേഞ്ഞ വീടുകളും ഒക്കെ ഇവിടെയുണ്ട്. നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയത്തും ഇതേപോലെ ഒരുപാട് കുതിരകളെ നമുക്കിങ്ങനെ കാണാൻ പറ്റും കേട്ടോ. ബസ് നിർത്തിയതിൻ്റെ താഴെ ഭാഗത്തേക്ക് ഇതിലൊരു വഴിയുണ്ട്. വെറുതെ ഒന്ന് നടന്നു നോക്കുകയാണ്. ഇവിടെ എത്തിയ സമയത്തെ ഇവിടുന്ന് താഴോട്ട് കാണുന്നൊരു കാഴ്ച കണ്ടോ. നമ്മൾ നിൽക്കുന്നത് പൂണ്ടി എന്ന് പറയുന്ന ഈ ഒരു മലയുടെ മുകളിലാണ്. ഇവിടുന്ന് താഴെ ഭാഗത്ത് കണ്ണെത്താ ദൂരത്തോളം ഇതേപോലെ തട്ടുതട്ടായി കിടക്കുന്ന കൃഷിയിടങ്ങളാണ്. ഇവിടുന്ന് നോക്കിയിട്ട് അങ്ങേയറ്റത്ത് മലയുടെ മുകളിൽ ഒരുപാട് വീടുകൾ കണ്ടോ. അതാണ് ക്ലാവരെ. അതേപോലെ തന്നെ പോലൂരും. അവിടുന്ന് അങ്ങോട്ട് ആ ഒരു മല കഴിഞ്ഞാൽ പിന്നെ എവിടെയാണെന്നറിയോ? നമ്മുടെ കേരളത്തിലെ വട്ടവടയില്ലേ, അവിടെയാണ്. അവിടേക്ക് പോകാൻ വേണ്ടി കാടിനുള്ളിലൂടെ 12 കിലോമീറ്റർ ദൂരം നടന്നാൽ നമുക്ക് അവിടെ എത്താൻ പറ്റും. പക്ഷേ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഇവിടുത്തെ ആളുകൾക്ക് വേണമെങ്കിൽ അതിലെയൊക്കെ കയറിയിട്ട് അങ്ങോട്ട് പോകാൻ പറ്റും. റോഡൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്.
ഇവിടുത്തെ ഏറ്റവും അവസാനത്തെ ഗ്രാമമാണ് ക്ലാവരയും അതേപോലെ പോലൂരും. അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടേ കേരളമാണ്. കാടാണ്, അത് കഴിഞ്ഞാൽ കേരളം. ഇവിടുന്ന് താഴോട്ട് കാഴ്ച കണ്ട സമയത്തെ ആ ഒരു ഭംഗി ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഓടിച്ചാടി ഇറങ്ങിയതാ. എന്തായാലും നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ നമ്മുടെ കാര്യം പോക്കാണ്. വേറെ ഒന്നുമല്ല, ഇവരുടെ ടോയ്ലറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ നിൽക്കുന്നിടത്തെ കാഴ്ചകൾ കാണിക്കുക എന്ന് പറഞ്ഞാൽ അബദ്ധമാണ്, കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് കാണിക്കാതിരിക്കുന്നത്. പക്ഷേ ഇവിടുന്ന് നോക്കിയിട്ട് താഴെ ഭാഗത്തേക്ക് കാണുന്ന ഒരു വ്യൂ ഇല്ലേ, അതൊരു രക്ഷയില്ല. നമ്മൾ നിന്നതിൻ്റെ തൊട്ടടുത്തുള്ളൊരു വീട് കണ്ടോ? എന്തായാലും അവിടുന്ന് നമ്മൾ വീണ്ടും ബസ് നിർത്തി ആ ഒരു അങ്ങാടിയിലേക്ക് വന്ന് അതിനടുത്തൂടെ ഒരു റോട്ടിലൂടെ ഇറങ്ങിയിട്ടാണ് നമ്മളിപ്പം ഇവിടെ എത്തിയിട്ടുള്ളത്. ഇവിടുന്ന് താഴോട്ട് നോക്കിയാലും ഇതേപോലെയാണ് കാഴ്ച. ഈ കാണുന്നത് ഇവിടുത്തെ കോവിലാണ്. അതേപോലെ ഇത് കണ്ടോ, ഒരുപാട് വീടുകൾ. അതിൻ്റെ താഴെ ഭാഗത്തേക്കാണെങ്കിൽ കണ്ണെത്താ ദൂരത്തോളം തട്ടുതട്ടായി കിടക്കുന്ന കൃഷിയിടങ്ങൾ. എന്തു ഭംഗിയാണല്ലേ. പൂണ്ടി അങ്ങാടിയിൽ നിന്നും മേലെ ഭാഗത്തേക്ക് പോകുന്ന ഒരു റോഡുണ്ട്. അതിൽ പോയിട്ടാണ് നമ്മൾ ഇവിടെ എത്തിയിട്ടുള്ളത്. ഇവിടുന്ന് താഴോട്ട് നോക്കിയാലും ഇങ്ങനെ തന്നെ. ഇതേപോലത്തെ കാഴ്ചകൾ കാണുന്ന സമയത്തെ ഒരുപാട് വർണ്ണിക്കേണ്ട ഒരാവശ്യവുമില്ല. നമ്മളിപ്പം നിൽക്കുന്ന ഈ ഒരു മലയുടെ മുകൾ ഭാഗത്തെ ഏറ്റവും മുകളിലാണിതാ ഈ ഒരു തടാകം ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിനകത്ത് ഫുള്ളായിട്ട് വെള്ളമാണ്. ഇതെങ്ങനെയാണ് താഴോട്ട് പോകുന്നതെന്നേ, ഇതെങ്ങനെയാണ് ഇവർ കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് എന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. വെള്ളം കെട്ടി നിർത്തിയിട്ടുണ്ട്. ഇതിലെങ്ങനെതാ ഇത് കണ്ടോ, ഇതിനി താഴെ ഭാഗത്തേക്ക് കൃഷിക്ക് വേണ്ട ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഇതാ കാണുന്നുണ്ടോ, ഇതിലെങ്ങനെ പോകും. അതിലെങ്ങനെ പോയിട്ട് ആ ഒരു ഭാഗത്തേക്കും അതിലെങ്ങനെ താഴെ ഭാഗത്തേക്കും ഒക്കെ ഈ ഒരു വെള്ളം എത്തും. ഇവിടുത്തെ വീടുകളായാലും കൃഷിപ്പാടങ്ങളായാലും എവിടേക്ക് നോക്കിയാലും നമുക്ക് ഇഷ്ടപ്പെടുന്ന കാഴ്ചകൾ മാത്രമേ ഉള്ളൂ. എന്തായാലും ഒരുപാട് സമയം പൂണ്ടി എന്ന ഗ്രാമത്തിൻ്റെ കാഴ്ചയും ഒക്കെ കണ്ടുകൊണ്ട് ഇവിടുന്നൊരു ചായയൊക്കെ കുടിച്ചപ്പോഴേക്കും നമുക്ക് പോകാനുള്ള ബസ് ഇതാ വന്നിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ നേരെ കൊടൈക്കനാലിലേക്കാണ് പോകുന്നത്. വേറെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം പോകുന്ന ഈ ഒരു ബസ്സിനകത്തൊക്കെ നല്ല തിരക്കാണ് കേട്ടോ. എന്തായാലും കുതിരകളെ കണ്ടോ, ഇവർ റോഡുമൊന്നും മാറുന്നേയില്ല. എന്തായാലും ഭംഗിയുള്ള ഒരുപാട് കാഴ്ചകൾ കണ്ട് ഒരു കാലത്തും മറക്കാനാകാത്ത ഓർമ്മകൾ മനസ്സിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. അത്ര തന്നെയുള്ളൂ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി കൊടൈക്കനാലിൽ വരുന്ന സമയത്ത് നിങ്ങൾ എന്തായാലും പൂണ്ടി എന്ന് പറയുന്ന ഗ്രാമത്തിലേക്ക് യാത്ര ചെയ്യണം. ഓക്കെ, ബൈ.